ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലൊരു പ്രഭാത കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചൂട് ഒരുപാട് കൂടിയിരിക്കുകയാണ്. 38, 39, 40, 41 ഡിഗ്രി വരെ ചൂടുള്ള ഈ ഒരു സമയത്ത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും അതുപോലെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അവരൊക്കെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ വെള്ളത്തിനായിട്ടും ആഹാരത്തിനായിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഞാനിതിപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങളുടെ ജനലിനകത്തൂടെ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പുറത്തൊരു ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മേളിലൊരു ആമ്പൽക്കുളം പണിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് വെള്ളമാണ്. നല്ല ആമ്പൽ വയലറ്റ് കളറിൽ നമ്മുടെ നീലത്താമര അതിൻ്റെ ചെടി അവിടെ നട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിറച്ചും വെള്ളം കിടക്കുന്നുണ്ട്. അവിടെ ഈ കാണുന്ന പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ ഓടി വരുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പറന്ന് വരുന്നു, അതിൽ നിന്ന് വെള്ളം കുടിച്ച് അവരുടെ ദാഹവും അവരുടെ ക്ഷീണവും അവർ മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പ്രാവുകൾ മാത്രമല്ല, കാക്കകളും മറ്റുള്ള പല വിധത്തിലുള്ള പക്ഷികൾ ഇവിടെ വന്ന് വെള്ളം കുടിച്ച് അവരുടെ ഇത്രയും ചൂട് കാരണം മനുഷ്യന് സഹിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിലുള്ള ചൂടെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വളരെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്തുവായി തീരുമെന്നാണ്. പക്ഷേ ഇതുകൊണ്ട് അവർക്ക് വളരെ പ്രയോജനമാണ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വരുന്നു, വെള്ളം കുടിക്കുന്നു, അവർ സന്തോഷത്തോടെ പറന്നു പോകുന്നു. ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട്. എല്ലാം വീഡിയോ എടുക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷം. വരുന്ന പോലല്ല, അവർ വെള്ളം കുടിച്ച് ആശ്വാസം കണ്ട് ചിലവരെ ഇതിനകത്ത് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ദേഹമൊക്കെ ഒന്ന് നനച്ചിട്ട് പോകുന്നുണ്ട്. പല കളറിലുള്ളവരുണ്ട്. വെളുത്ത പ്രാവുണ്ട്, വെള്ളയും കറുപ്പുമുള്ള പ്രാവുണ്ട്, പിന്നെ ഒരു വല്ലാത്ത ചാരക്കളറിലുണ്ട്. പിന്നെ കാക്കകൾ, മറ്റുള്ള ചെറിയ ചെറിയ പക്ഷികൾ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇല്ലെങ്കിലും ഒരുപാട് വിധത്തിലുള്ള പക്ഷികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിന് വേണ്ടിയിട്ട് വരുന്ന ഇത്രയും മെയിനായിട്ടൊരു സിറ്റിയിൽ ഇത്രയും ഒരു വെള്ളം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന, വേർക്കായിട്ട് ഒരുക്കിയതല്ല എങ്കിലും അവർക്കത് പ്രയോജനപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട് കാണുന്നതിൽ. ആരും കാണാത്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതാകുന്നു യഥാർത്ഥ നിങ്ങൾ. മറ്റു പ്രകടനങ്ങളെല്ലാം തികച്ചും അഭിനയമാകുന്നു. അതാണല്ലോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു നല്ല കാഴ്ച ഞാൻ കണ്ടു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കരുതി എൻ്റെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ പാത്രങ്ങളിലോ എന്തെങ്കിലുമൊക്കെ വെള്ളം ഇതുങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും ശേഖരിച്ച് കൊടുക്കണമെന്നൊരു പ്രത്യേക ഇതുണ്ട്. ഒരപേക്ഷയായിട്ട് കൂട്ടിയാൽ മാത്രം മതി. അവർക്കും ദാഹവും ക്ഷീണവും ചൂടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ശുഭദിനം നേരുന്നു. വീണ്ടും നമുക്കൊരു നല്ലൊരു വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു വീഡിയോ കാണാം. ബൈ.